ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഡിച്ചു കിച്ചു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ദേ കണ്ടോ, ഞങ്ങളുടെ രണ്ട് വലിയ കവറുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതിനകത്ത് എന്താണെന്നല്ലേ? അതെ, ഇവിടെ റീസൈക്ലിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ കിട്ടുന്ന കുപ്പികളൊക്കെ നോക്കിയിട്ടും കവറുകളൊക്കെ ആണെങ്കിലും റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങളത് കൂട്ടി വയ്ക്കും. അല്ലേടാ കിച്ചപ്പാ? അപ്പോൾ ഇവൻ പറഞ്ഞേക്കുന്നത് അത് ഇവൻ്റെ ഒരു എന്തോ പോക്കറ്റ് മണി പോലെ ഇവൻ ആ പൈസ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവനാണ് അതിൻ്റെ സ്പോൺസർഷിപ്പ് മുഴുവൻ ഇവനാണ്. കിട്ടുന്ന കുപ്പികൾ നോക്കും, അവനത് പോയി നോക്കും, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത് അവൻ ആദ്യം പോയി നോക്കും. ആണെന്ന് ആണെങ്കിൽ ഇതെങ്ങനെ ഒരു വലിയ കവർ എടുത്തിട്ട് അവൻ അതിനകത്ത് അങ്ങനെ കൂട്ടി വയ്ക്കും. അങ്ങനെ അവൻ 2 വീക്സ് കൊണ്ട് കൂട്ടി വെച്ച കവറിലുള്ള സാധനങ്ങളാണ് ഇത് 2 എണ്ണം. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ അത് റീസൈക്കിൾ ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാം. അപ്പം ബാക്കി വീഡിയോ ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണിക്കാം. അല്ലേ കിച്ചപ്പ? പോയാലോ? കമോൺ ഗൈസ്. ഇവിടെ എത്താറായി. നമ്മള് ക്രോസ് ചെയ്യണ്ട. അപ്പം ഗൈസ്, ഇതാണ് ഞങ്ങൾ റീസൈക്കിൾ ചെയ്യാൻ പോകുന്ന മെഷീൻ കേട്ടോ. ഇത് എഴുതിയിട്ടുണ്ട് 150 തൊട്ട് 500 ml വരെയാണെങ്കിൽ 15 സെൻറ്റ്, 500 തൊട്ട് 3 ലിറ്റർ വരെ 25 സെൻറ്റ് ഇതാണ് കിട്ടുന്നത് കേട്ടോ. നമ്മൾ നമ്മുടെ ബാർകോഡ് വെച്ച് സ്കാൻ ചെയ്യും. ഓക്കെ, അത്രയും ഞങ്ങൾക്ക് കിട്ടി. ഉള്ളതാട്ടെന്നേ, ചെറിയൊരു പോക്കറ്റ് മണി പിള്ളേർക്ക്. ദിവസം കിട്ടിയതോടും കൂട്ടി ഞങ്ങൾക്ക് 2 യൂറോ ടോട്ടൽ കിട്ടി കേട്ടോ. കിട്ടിയതാട്ടെന്നേ, ചുമ്മാ കിട്ടുന്നതല്ലേ. നമ്മൾ വെറുതെ വേസ്റ്റിലേക്ക് വലിച്ചെറിയുന്ന കുപ്പികളൊക്കെ അകത്ത് റീസൈക്കിൾ ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർക്കും അതൊരു മോട്ടിവേഷൻ ആവും, പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്കൊരു പോക്കറ്റ് മണി കിട്ടും. അങ്ങനെയാണ് കിച്ചപ്പനാണ് അതിനെ തുടങ്ങിയത് ശരിക്കും ആദ്യം. അല്ലേ പൊന്നു? ഇപ്പം എന്നാ പറയാനുള്ള മോന്? നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പ്ലേ ബട്ടൺ കൂടെ അടിക്കണം. ബൈ. അടുത്ത വീഡിയോയ്ക്ക് വരാം. ബൈ.